അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ദോശക്കല്ലാണ്. ഇതിനകത്തും ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർ ഇതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. മണ്ണാണ്, മൺചട്ടിയാണ്, മയപ്പെടുത്തണം. ഇത് ട്രെൻഡിങ് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ട്രെൻഡിങ് ഐറ്റം ഒന്നുമല്ല. ഇത് നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഐറ്റമാണ്. കാരണം നമ്മുടെ കിണറുകൾ ഭംഗിയാക്കാനും അതുപോലെ തന്നെ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ഇതിനൊക്കെ ഹോൾട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം ശുദ്ധീകരിച്ച് അകത്ത് വരത്തുള്ളൂ. വെള്ളത്തിന് നല്ല തണുപ്പ് നൽകും. മണ്ണിടിച്ചിൽ തടയാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കിണറിൻ്റെ റിങ്ങുകൾ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പത്തനംതിട്ട അടൂർ ബൈപ്പാസിലുള്ള കല്ലാടൻ്റെ ഷോപ്പിലേക്കാണ്. ദോശക്കല്ല്, പുട്ടുകുറ്റി, പ്രതിമകൾ, പൊങ്കാലക്കലങ്ങൾ അങ്ങനെ തുടങ്ങി മണ്ണിൻ്റെ തൊടികൾ വരെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ റാംജിത്തേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ചെറിയ ചെറിയ പരിപാടികൾ ഇവിടെ എല്ലാം ഒന്ന് അടുക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അതിനെന്താ, ആയിക്കോട്ടെ. നമുക്കിപ്പോൾ വന്നേക്കുന്ന സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചെടിച്ചട്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറേ സ്റ്റാച്ചുകൾ, പിന്നെ പുതിയ കുറേ തൈര് കുടം, സെർവിങ് ബൗൾസ്, കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അകത്തോട്ട് പോയി കാണാം. അതിന് മുമ്പ് ഇവിടെയുള്ള കാര്യങ്ങളൊന്ന് പറയാം. നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ് പോട്ടായിട്ടും അതുപോലെ തന്നെ താഴെ വെക്കാവുന്ന ടൈപ്പ് ഓർക്കിഡ് ചട്ടികളാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ എപ്പോഴും കാണിക്കുന്ന നമ്മുടെ താമരപ്പൂട്ടുകൾ, ചെടിച്ചട്ടികളാണ്. ഇത് നമ്മൾ താഴേക്ക് ഇട്ട് കാണിക്കും. ഇപ്പം നമുക്ക് ഇട്ട് കാണിക്കൊന്നും വേണ്ടല്ലോ. വേണോ? വേണ്ട. ഇത് 70 രൂപയുള്ളൂ. ഇത് 70 രൂപ, ഇത് 80 രൂപ, അത് വരുമ്പോഴത്തേക്ക് 100 രൂപ വരും. പിന്നെ 160-ൻ്റെ ചട്ടിയുണ്ട്, നാടൻ ചട്ടിയുണ്ട്, നമ്മുടെ തൃശ്ശൂർ മെയ്ഡുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ ജാളികളാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളാണ്. വീടുകളിലൊക്കെ മതിലിൽ വെക്കാനും പാർട്ടീഷൻ ചെയ്യാനുള്ള അതിൻ്റെ ഒരു 8-10 വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊരു ഡിസൈനാണ്. ഇതൊരു ആർച്ച് ഡിസൈൻ വരുന്നത്. 4 പീസ് വെക്കുമ്പോൾ ഒരു ആർച്ച് ഡിസൈൻ വരും. അത് മഴവില്ലെന്ന് പറഞ്ഞൊരു റെയിൻബോ, അതും ഒരു ആർച്ച് ഡിസൈനാണ്. ഇതും ഒരു ആർച്ച് ഡിസൈനാണ്. പിന്നെ അല്ലാതെ സിംഗിൾ പീസ് ഡിസൈൻസും ഉണ്ട്. പെർ പീസ് നമുക്ക് 50 രൂപ റേഞ്ച് ചെയ്യാൻ പറ്റും. പ്ലസ് GST ആണോ? ബൾക്ക് റേറ്റാ, നമ്മൾ ഹോൾസെയിലാണ് ചെയ്യുന്നത്. ബൾക്ക് റേറ്റാ പറയുന്നത്. പിന്നെ വാ, നമുക്ക് അകത്തോട്ട് പോവാം. അകത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സെറാമിക്കിൻ്റെ കുറേ പോട്ടുകളാണ്. നമുക്ക് വീടുകളിൽ അകത്ത് വയ്ക്കാൻ ഇൻഡോർ പോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റങ്ങളാണ്. ഇതിനകത്ത് ഇപ്പം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 200 രൂപ റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. 200 രൂപ മുതൽ ഇപ്പം നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നത് 200 മുതൽ 400 രൂപ വരെയുള്ള പോട്ടുകളെ സ്റ്റോക്ക് ഇരിപ്പുള്ളൂ. ഇത് നമുക്ക് 750 രൂപ, 800 രൂപ, അല്ല സോറി 1000 രൂപയുടെ പോട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ കുറേ പോട്ട്സാണ് ഇരിക്കുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടു കാണും നിങ്ങൾ. ഇത് ആമയെന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതെന്താന്ന് മനസ്സിലായോ? ഇല്ല, കാലരയ്ക്കുന്ന കല്ലാണ്. ഇത് കണ്ടോ, ഇത് കാലരയ്ക്കുന്ന കല്ലാണ്. ഇത് ആമയെന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെ തന്നെ ഇപ്പൊ പുതിയൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വൺ സൈഡ് ചരിഞ്ഞിരിക്കും നമുക്ക്. ഇതും ആ സംഭവം തന്നെ ഇങ്ങനെ ഇരിക്കുന്ന സംഭവമാണ്. മറ്റേ നേരത്തെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സ്റ്റാൻഡേർഡായിട്ട് താഴെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു 2-3 വെറൈറ്റികൾ, ഇഞ്ച് വ്യത്യാസമുണ്ട്. 8 ഇഞ്ചുണ്ട്, 10 ഇഞ്ചുണ്ട്, 12 ഇഞ്ചുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ MRP കിടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുമ്പോഴത്തേക്ക് 550 രൂപയാണ് MRP കിടക്കുന്നത്. നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 500 രൂപ വരും. ഇതിന് 1190 രൂപ MRP ഉണ്ട്. നമ്മൾക്ക് വരുന്ന പ്രൈസ് 1100 രൂപ. നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും നമുക്ക് അതിനകത്ത് ചെറിയ നമ്മുടെ വകയായിട്ടുള്ള ചെറിയ ഒരു. പിന്നെ വന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് 100 രൂപയേ ഉള്ളൂ. ഈ മണി പ്ലാന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള പ്രോഡക്റ്റുകളാണ്. പിന്നെ ഈ സാധനം കണ്ടോ, കുറേ കാണാൻ പറ്റുന്നുണ്ടോ? അരയെണ്ണം കാര്യങ്ങളൊക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചികളാണ്. കുട്ടികളുടെ സേവിങ്സ് വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. വഞ്ചിയുണ്ട്, അവരുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. ഇതൊക്കെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും. കാർട്ടൂണിൻ്റെ കുറേ സാധനങ്ങളൊക്കെയാണ്. നമുക്ക് ഈ മൂഷിക്കും പിന്നെ തവളയും കാര്യങ്ങളൊക്കെ അറിയാം. ഇത് തവളയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ലാഫിംഗ് ബുദ്ധ,
അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ബുദ്ധന്റെ കുറെ ഐറ്റംസ് കിടപ്പുണ്ട്. ഗണപതി ഉണ്ട്. ഗണപതി ബുദ്ധന് കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 80 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ്. 80 രൂപയാണ് നമ്മുടെ ഏറ്റവും താഴ്ന്ന പ്രൈസ്. 80 രൂപയുടെ ബുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ബുദ്ധയ്ക്ക് വന്നിട്ട് 80 രൂപയാണ്. ഇവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6000 രൂപ 6500 രൂപ റേഞ്ച് വരെ ഉള്ള ബുദ്ധാസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇത് ഒരു നമ്മൾ ഷെൽഫ് ഇവിടെ വെച്ചേക്കാണ്. ഇത് നമ്മുടെ 40 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. കുഞ്ചാൻ പോയിക്കുന്ന ഒരു സാധനമാണ്. 40 രൂപയാണ് ഇതിന്റെ റേറ്റ്. അതും 40-ന്റെ ഉണ്ട്, 60-ന്റെ ഉണ്ട്, 80-ന്റെ ഉണ്ട്, 100-ന്റെ ഉണ്ട്. പല പല റേഞ്ചിലുള്ള സാധനങ്ങൾ. ഇത് പെട്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഹോമങ്ങളും പൂജകളും ഒക്കെ നടത്തത്തില്ലേ, ഹോമകുണ്ടം എന്ന് പറയും. ഇത് നമുക്ക് 450 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 450 രൂപ മുതലുള്ള സാധനങ്ങൾ നമ്മുടെ അവൈലബിൾ ആണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഹോമകുണ്ടം മാത്രമല്ല, അതിനോടനുബന്ധപ്പെട്ടുള്ള മണി എല്ലാം വേണ്ടേ. ഹോമകുണ്ടം മാത്രം കൊടുത്തിട്ട് മണി ആയിരുന്നു കഴിഞ്ഞാൽ മണി നമ്മുടെ കയ്യിലുണ്ട്. ഇനി മണി മാത്രമല്ല, ചിരാത്. ഇനി അടുത്തൊരു ചിരാതുണ്ട്. മണിക്ക് വരുമ്പോൾ 160 രൂപ വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലക്ഷ്മി വിളക്ക് അങ്ങനെയൊക്കെ പറയുന്നൊരു സാധനമാണ്. വിളക്കുണ്ട്, ലക്ഷ്മി ദേവിയുടെ ഒരു ഇതുണ്ട്. അപ്പം ഹോമകുണ്ടമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലവർ പോട്ടുകളുണ്ട്, ശിവനുണ്ട്, അങ്ങനെ കുറേ ഐറ്റങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ചിരാതുകളാണ്. ഇത് 40 എണ്ണം 100 രൂപ, 30 എണ്ണം 100 രൂപ, 50 എണ്ണം 100 രൂപ, അങ്ങനെ പല റേഞ്ചിലുള്ള സാധനമുണ്ട്. അതായത് പിന്നെന്താ കൊടുക്കാമല്ലോ. നമുക്ക് ഓൺലൈനിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊറിയർ ആശ്രയിക്കാതെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KSRTC ഇല്ലേ, KSRTCയിൽ ഇപ്പോൾ കൊറിയർ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അത് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ഡെലിവറിയാണ്. ഇന്നിപ്പോൾ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ സാധനം അവിടെ കിട്ടും. ഇന്നിപ്പോൾ രാവിലെ അയക്കുന്ന സാധനം ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇന്ന് തന്നെ കിട്ടും. കേരളത്തിന് പുറത്താകുമ്പോഴേ താമസം വരുന്നത്. അതും ഏതാ KSRTC സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഉണ്ട്. നമ്മൾ ബാംഗ്ലൂര് ചെയ്യുന്നുണ്ട്, പിന്നെ മൈസൂർ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ A1 ട്രാവൽസ്, കല്ലട ട്രാവൽസ്, അങ്ങനെ പറഞ്ഞാൽ ട്രാവൽസിലൂടെ കയറ്റി വിടുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡാമേജ് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ മൺപാത്രങ്ങളായതുകൊണ്ട് പൊട്ടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഈ എന്താ പറയുക, എടുത്തെറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടും. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സാധനം കറക്റ്റ് ഡയറക്റ്റായിട്ട് അവിടെ ചെന്ന് ഇറക്കി അവർ വെച്ചേക്കും. സേഫാണ് സാധനം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ KSRTC യൂസ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, റേറ്റും കുറവുണ്ട്. താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് റേറ്റ് നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റേ വരുന്നു. ഇത് നമ്മൾ പണ്ട് തിരികെ എന്ന് പറയത്തില്ലേ, നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടായിരുന്ന തിരികെ. ഈ സാധനത്തിനകത്ത് ഒരു 3 കയറ് കെട്ടിക്കഴിഞ്ഞാൽ ഇത് ഉറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊന്നും അല്ലല്ലോ, എല്ലാം മോഡേൺ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ ഇതും ഇപ്പം വാങ്ങുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 രൂപ മുതൽ സ്റ്റാർട്ടിങ്. വലിപ്പത്തിനനുസരിച്ചാണ്. 60-ന്റെ ഉണ്ട്, 80-ന്റെ ഉണ്ട്, 100-ന്റെ ഉണ്ട്, പല റേഞ്ചിലാണ് വരും. നമുക്ക് പിന്നെ നമ്മുടെ അടുത്തതായിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ആൾക്കാർക്ക് കട എന്ന് പറയുമ്പോഴേ ചട്ടിക്കട എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1 കിലോ മീൻ വരെ വെക്കാൻ പറ്റുന്ന റേഞ്ചിലുള്ള ചട്ടികളാണ്. ക്വാളിറ്റിയാണ്. ഈ സൗണ്ട് കേൾക്കും പറയാം. പൊട്ടല ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ബ്ലാക്ക് ഓക്സൈഡ്, റെഡ് ഓക്സൈഡ് ഒക്കെ ഇങ്ങനെ സിമെന്റ് ഒന്നും ചേർത്തൊന്നും മുതലാകത്തില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപ, 200 രൂപ, 100 രൂപ, 150 രൂപയ്ക്കൊക്കെ സിമെന്റിനോട് ചേർത്ത് 400 രൂപ, 450 രൂപ കൊടുക്കണം സിമെന്റിന്. ഇതൊന്നുമല്ല, നമ്മൾ മാനുവലായിട്ട് ഈ സാധനം മണ്ണും മണലും കൂടി അരച്ചുണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ കളറിന് എന്താ ചേർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമന്ന മണ്ണുണ്ട്. നമ്മുടെയൊക്കെ ഭൂമികളിൽ ചുമന്ന മണ്ണുണ്ട്. പിന്നെ ആറ്റുതീരത്ത് കാണും ചുമന്ന മണ്ണ്. ഈ മണ്ണ് തേച്ചിട്ടാണ് ഈ സാധനം ചൂടുന്നത്. അതായത് നല്ല ചുമപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി അടുത്ത സംശയം, കറുത്ത എങ്ങനെ വരുന്നതല്ലേ. ഈ ചുമന്ന ചട്ടി ഉണ്ടാക്കിയതിന് ശേഷം ഈ സാധനം നമ്മൾ മറ്റേന്ന് പറഞ്ഞാൽ മേൽച്ചൂള എന്ന് പറയും. അതിന്റെ പുക വെളിയിൽ പോവും. ഇതിന്റെ പുക വെളിയിൽ വിടത്തില്ല. ഈ പുക പണ്ട് നമ്മുടെ പുളിയൊക്കെ കറുപ്പിക്കത്തില്ലേ, അങ്ങനെ വെച്ചാൽ അത് ഉണക്കി എടുക്കുമ്പോഴത്തേക്ക് ഈ പുക കൊണ്ടാണ് ഈ സാധനം കറുത്ത് അത്രയും ഡാർക്കായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതും പുക കൊള്ളുന്നതിന്റെ കറുപ്പാണ്. ഈ ചട്ടിയൊക്കെ നമുക്ക് താഴെയിട്ടില്ലേ, ആ ഒരു ചട്ടി തന്നെ, ചട്ടി മാറ്റുന്നില്ല, കയറി നിന്നു, ഒരു പ്രശ്നവുമില്ല. സ്ട്രോങ് ആണ്. അത്യാവശ്യം നല്ല സാധനം സ്ട്രോങ് ആണ്. എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ചട്ടി എടുത്ത് താഴെ ഇട്ടിട്ട് പൊട്ടിയിട്ട് എന്നോട് പറയരുത് ചേട്ടാ ചട്ടി താഴെ ഇട്ട് പൊട്ടിയെന്ന്. ഞാൻ ഇട്ടേക്കുന്ന ഈ തറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റ് തറയൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇട്ടത്. കാർപ്പറ്റാണത്. അപ്പം അത് അതിന്റെ പുറത്തായതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് ഇട്ടത്.
പിന്നെ ഇത് ഒരു പിന്നെ നമ്മുടെ ടൈലിന്റെ പുറത്തോട്ടോ അല്ലെങ്കിൽ ഒരു പാറപ്പുറത്തോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പം പൊടി അതിന്റെ പാട്ടിന് പോകും. അപ്പം ഈ സാധനം സ്ട്രോങ് ആണ്. ഒരിക്കലും ബ്ലാക്ക് ഓക്സൈഡോ റെഡ് ഓക്സൈഡോ ചേർന്ന സാധനമല്ല. ഇത് നമ്മുടെ പ്രൊഡക്ഷനാണ്. ഇതൊക്കെ എത്ര രൂപ വരും? ഇത് 150 രൂപയുടെ ഉണ്ട്, 200-ന്റെ ഉണ്ട്, 100 രൂപയുടെ ഉണ്ട്. പല റേഞ്ചാണ്. 100 രൂപ മുതൽ മേപ്പോട്ട് പല റേഞ്ചിലുണ്ട്. ഈ ഇപ്പം ചോദിക്കും 100 രൂപയ്ക്കേ ഉള്ളോ സാധനം ഒന്നും. അതിൽ താഴെയില്ല. 45 രൂപയുടെ സാധനമുണ്ട്. കാണിച്ചു തരാം. ഇത് പക്ഷെ ഗ്യാസിൽ വെക്കാൻ പറ്റത്തില്ല. ഇത് കറുപ്പും പറ്റും, ചുവപ്പും പറ്റും. പക്ഷെ ഈ ചട്ടി പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. സിമ്പിൾ മോഡലാണ്. ഇത് അടുപ്പത്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. പൊട്ടത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് 45 രൂപയുള്ളൂ ഇത്. അപ്പം എന്താ വില കുറഞ്ഞ പ്രോഡക്റ്റ് ഇല്ല എന്നുള്ളതല്ല. ക്വാളിറ്റി മാറും തോറും ഇപ്പം ചേട്ടാ 100 രൂപയ്ക്ക് ഷർട്ട് കിട്ടും, 500 രൂപയ്ക്കും കിട്ടും, 2000 രൂപയ്ക്കും കിട്ടും. എല്ലാം ഇടാനേ ഉപയോഗം എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അത് തന്നെ ഇതിനകത്തും കാര്യം. ബാ ഇങ്ങോട്ട് വരാം. നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടാം. ഇനി വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് കൂജകളാണ്. ഇത് വരുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ടാപ്പ് കൂജ എന്ന് പറയും. ടാപ്പ് വെച്ചത് ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും, കണ്ടില്ല. ഓക്കെ, ഇത് ടാപ്പ് കൂജ, ടാപ്പ് ഉൾപ്പെടെ വരുന്ന സാധനമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത നേരത്തെ നമ്മുടെ നോർമൽ ടൈപ്പിലുള്ള പിടിക്കൂജ എന്ന് പറയുന്ന ഐറ്റമാണ്. ഇതിപ്പോ ഈ കൂജകളെ നമ്മളിപ്പോ ഉപയോഗിച്ചിട്ട് ഒരാഴ്ച നമ്മൾ മാറ്റി വെച്ച് ചിലർ പറയുന്നത് പൂപ്പലടിക്കും. അതായത് പണ്ടത്തെ അമ്മമാർ നമുക്ക് ഡ്രൈ വാഷ് ചെയ്യും. ഡ്രൈ വാഷ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പാത്രങ്ങളെല്ലാം കഴുകി പുറത്ത് വെളിയിലാണ് വെച്ചിരുന്നത്. അതായത് വെയിൽ കൊള്ളിക്കുമായിരുന്നു ചട്ടികളെല്ലാം. ഇപ്പൊ നമുക്ക് ആ ഒരു പരിപാടിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിലില്ല, ഫ്ലാറ്റുകളിലും വീടിനകത്ത് ഒതുങ്ങിയില്ലേ. അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പൂപ്പലടിക്കും. വെള്ളം നന നിന്ന് കഴിഞ്ഞാൽ പൂപ്പലടിക്കും. ഒറിജിനൽ ആണെ പൂപ്പലടിച്ചിരിക്കും. അപ്പൊ അതിന് പറഞ്ഞാൽ നമ്മൾ മാസത്തിലോ 2 മാസം കൂടുമ്പോഴേ എപ്പോഴെങ്കിലൊക്കെ ഈ സാധനങ്ങൾക്കെല്ലാം, ഇത് മാത്രമല്ല ഏത് പാത്രമായാലും നമ്മുടെ ഉള്ള പാത്രങ്ങളെല്ലാം ഒന്ന് വെയിൽ കൊള്ളിക്കുന്നത് എപ്പോഴും നല്ലതാണ്. മാറും. പിന്നെ അതൊക്കെ മാറും. ഇത് പൂജകളുടെ ഒരു സെക്ഷനാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് തൈര് കുടമാണ്. ഇത് തൈര് കുടമാണ്. ഇത് പുറത്തുനിന്ന് വരുന്ന സാധനം UP ഐറ്റം ആണ്. ഇത് നമ്മുടെ ഓൺ മേക്കിംഗ് ആണ്. ഇത് വരുമ്പോഴത്തേക്ക് 120 രൂപ. ഇത് ഇച്ചിരി വില കൂടും. 160 രൂപ, 150 രൂപ റേഞ്ച് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് മാറും. ഫിനിഷിങ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോളിഷ്ഡാണ്. ഇത് നിങ്ങൾ നേരത്തെ ചോദിച്ചില്ല റെഡ് ഓക്സൈഡ് എന്നുള്ള കാര്യം. പക്ഷെ ഈ റെഡ് ഓക്സൈഡ് അവർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കാണിച്ചു തരാം. ഇതിന്റെ അകം കണ്ടോ, ഇതാണ് മണ്ണിന്റെ കളർ. ഈ സാധനമാണ് ഇതിന്റെ കളർ. മണ്ണ് ഇതാണ്. ഇത് പോളിഷ് ചെയ്തേക്കുന്നത്, റെഡ് ഓക്സൈഡ് പോളിഷ് ചെയ്തത്. പക്ഷെ നമ്മുടെ ഈ സാധനത്തിന്റെ എവിടെ നോക്കിയാലും ഇതായിരിക്കും കളർ. നമ്മൾ കാരണം മണ്ണ് വെച്ചാണ് പോളിഷ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അടുത്ത സാധനം ഇത് കണ്ടോ, നേരത്തെ പുകച്ചട്ടി പരിചയപ്പെട്ടു. ഇതൊരു പുകച്ചട്ടിയാ. ആണോ? അല്ല, ഇത് പുട്ടുകുടവാ, ചിരട്ടപ്പുട്ട. ഇതുണ്ട്. ഇതിനകത്തൊരു ഹോള്. കുക്കറിന്റെ ടോപ്പി വെക്കുന്ന ഇതിന് ചില്ല് വരും, നമുക്ക് അടപ്പ് വരും. ഇതെല്ലാം അവിടെ ചേർന്നിട്ടുള്ള സാധനമാണ്. ഇത് 150 രൂപ. ചില്ലൂട് ഉൾപ്പെടെയാണെങ്കിൽ 220. അല്ലെങ്കിൽ വേഗം. നമ്മൾ നോർമലി പുട്ട് വേഗം അതേ സമയം എടുക്കത്തുള്ളൂ. എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ ചട്ടി മയപ്പെടുത്തുന്നത് എങ്ങനെയാന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് ഇത് 2 ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചിടുക. അതിനുശേഷം ഇതെടുത്തിട്ട് എണ്ണയും വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അതിനുശേഷം വീണ്ടും ഒരു 15-20 മിനിറ്റ് ഇത് എണ്ണ തൂത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതായത് ചട്ടി എണ്ണയൊക്കെ പിടിച്ച് ഒന്ന് സ്മൂത്തായി വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇതിനകത്ത് ദോശയും കാര്യങ്ങളൊക്കെ ചുട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കും. അടി പിടിച്ചാൽ പിന്നെ എപ്പോഴും അടി പിടിച്ചോണ്ടിരിക്കും. അന്നേരം എണ്ണ തേക്കണം. മൺപാത്രമാണ്. അത് വരുമ്പോ 260 രൂപ. ഇത് അടുത്തൊരു പ്രോഡക്റ്റാ, അപ്പച്ചട്ടി. അപ്പച്ചട്ടിയിൽ അരി വറക്കല്ലെന്ന് പറയും. ഇത് അപ്പച്ചട്ടിയാണ്. ഇതും സെയിം. ഇതിന്റെ എല്ലാം മയപ്പെടുത്തുന്ന സെയിം രീതിയിലാണ്. എങ്കിലേ ഇതൊക്കെ വർക്കൗട്ട് ആവത്തുള്ളൂ. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഇതിപ്പോ കൊണ്ടുവന്ന് ഇന്നിപ്പം മേടിച്ചോണ്ട് പോയി ഇപ്പൊ ചെന്ന് അപ്പം ഉണ്ടാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ചട്ടിക്കകത്തോ ഇതിനകത്ത് ദോശ ഉണ്ടാക്കാനോ നടക്കുന്നതല്ല. ഒരാഴ്ചയല്ല, 2 ദിവസത്തെ പ്രോസസ്സ്. 2 ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചേക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നുണ്ട്. 2 ദിവസത്തെ പ്രോസസ്സ് ഇതിന് നിർബന്ധമാണ്. അപ്പച്ചട്ടി കഴിഞ്ഞാൽ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതറിയാലോ, കഞ്ഞിച്ചട്ടി. കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പ്രോഡക്റ്റുകളാണ്. ഒന്നും വേണ്ട. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് വെക്കാത്തതുകൊണ്ട് ഈ സാധനത്തിന് വേറെ നല്ല രീതിയിൽ വാഷ് ചെയ്യുക. കാരണം മേക്കിങ്ങിന്റെയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പൊടികൾ കാണും. നമ്മൾ ചൂള വെച്ചെടുത്തോണ്ടിരുന്നില്ല. ഓൺ പ്രോഡക്റ്റ് ആണ്. ഇത് ഓൺ പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മുടെ പ്രോഡക്റ്റ് ആണ്. ഇത് 80 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ആണ്.
വലിപ്പത്തിനനുസരിച്ചാണ് വില കൂടുന്നത്. 80, 100, 120. ഇത് ഇതുവരെ ഇതിന്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ളതല്ല കേട്ടോ. അതും പറയാം. നമ്മള് ഈ നോൺ സ്റ്റിക്ക് അല്ല, നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ വേണ്ടി ചെയ്ത സാധനമാണ്. ഇതിങ്ങനെ അടി വരുന്നത്. പക്ഷെ ഇതിന്റെ ബേസ് കുറവാണ്. ഇത് 4 ഇഞ്ച് ബേസ് ഇട്ടിട്ടുള്ളൂ. നമുക്കൊരു മിനിമം ഒരു 6 ഇഞ്ചെങ്കിലും ബേസ് വന്നു കഴിഞ്ഞാലേ ഈ സാധനം ക്ലിയർ ആവത്തുള്ളൂ. അപ്പൊ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ് ഇത്. അടി നല്ല രീതിയിൽ പരന്നാണ് ഇരിക്കുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് 180 രൂപ. ഇത് സ്റ്റൗവിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ടാ. ഇത് ഇൻഡക്ഷൻ കുക്കറിനകത്ത് കുറച്ചുകൂടെ ബേസ് വേണം നമുക്ക് എന്നുള്ളതാണ്. പിന്നെ ഈ സാധനം കണ്ടിട്ടുണ്ടായിരിക്കും, മനസ്സിലായോ എന്തുവാണ്? ഒരു പിടുത്തമില്ല. ചായപാത്രം, സോസ്പാൻ ആണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇത് വരുമ്പോഴത്തേക്ക് 260 രൂപ. ഇത് വരുമ്പോഴത്തേക്ക് ഇതെന്താന്ന് മനസ്സിലായോ? ഇത് അടുപ്പത്ത് വെക്കാൻ പറ്റുന്നത് സെർവിങ് ബൗളാ. ഇതിനൊരു അടപ്പൂടെ വരും. നമുക്ക് ടേബിളിലൊക്കെ ഗസ്റ്റുകൾ വരുമ്പോഴാണെങ്കിലും ഇതിനൊക്കെ വെക്കാൻ പറ്റുന്നൊരു നല്ല പ്രോഡക്റ്റാണ്. ഇത് വരുമ്പോൾ 220 രൂപ. അടപ്പ് ഉൾപ്പെടെയാണേ. അടപ്പിന് സെപ്പറേറ്റ് പ്രൈസ് ഇല്ല. അടപ്പ് ഉൾപ്പെടെയാണ് 220 രൂപ. പിന്നെ പുട്ടുകുടം, നമ്മുടെ നോർമൽ പുട്ടുകുടം ഉണ്ട്. ഇത് അറിയാലോ, ഉണ്ണിയപ്പം. ഇത് വരുമ്പോഴത്തേക്ക് 240 രൂപ. പുട്ടുകുടം 400 രൂപ വരും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചീനച്ചട്ടികളാണ്. ഇത് ചെറിയ ഐറ്റാ. ചെറിയ ഒരു 1-2 പേരൊക്കെ ഉള്ളവർക്കുള്ളതാണ്. തോരൻ വെക്കാനേ. തോരൻ മാത്രമല്ല കേട്ടോ, നമ്മൾ എന്ത് വെക്കുന്ന നമുക്ക് എന്ത് വേണേലും വെക്കാം. അത് 120 രൂപ. ഇതതിന്റെ വലുത്. പിന്നെ അതിന്റെ തന്നെ ചുമന്ന ചട്ടികള്. എന്ത് സാധനം വേണേലും ഡെലിവറി കൊടുക്കാം. നമുക്ക് ഈ ചെടിച്ചട്ടികളൊക്കെ കഴിവതും ഒഴിവാക്കുക. എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടിക്ക് വെയിറ്റ് കൂടുതലാണ്. 3 കിലോ 4 കിലോ ഒക്കെ വരും. 4 കിലോ വരുമ്പോഴത്തേക്ക് ചെടിച്ചട്ടിയുടെ വില ചിലപ്പോൾ 150 രൂപ കാണത്തുള്ളൂ. ഡെലിവറി ചാർജ് 200 രൂപ വരും. അവർക്ക് മുതലാകത്തില്ല. അതും അല്ലാതുള്ള കൊറിയർ കമ്പനികൾക്ക് 80 രൂപ റേറ്റ് കിലോയ്ക്ക്. 4 കിലോയുടെ ചെടിച്ചട്ടി നമ്മൾ അയക്കുമ്പോൾ നമുക്ക് 150 രൂപ ആവണം. അവർക്ക് 300 രൂപ കൊടുക്കണം. അപ്പോൾ ഒരു ചെടിച്ചട്ടിക്ക് 500 രൂപ വിലയാവും. അങ്ങനെ ആരും മേടിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അത് കൊടുക്കത്തില്ല എന്നുള്ളതല്ല, അത് ഡെലിവറി കൊടുക്കാം. 100 പീസോ 150 പീസോ ഒക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് ഈ തൃശ്ശൂർ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് തൃശ്ശൂരേക്ക് ലോഡ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ആ ട്രിപ്പിലാകുമ്പോഴത്തേക്ക് അവർക്ക് ചെറിയ പൈസയേ ആവത്തുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉരുളി, കാതിചട്ടി എന്ന് പറയും. ഇതിന്റെ 2 ഐറ്റം ഉണ്ട്. ഇത് ചെറുത്, ഇത് വലുത്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ബോട്ടുണ്ടല്ലോ ചെറുത്, അത് നമ്മൾ അവിടെ കണ്ടതിന്റെ ഏറ്റവും ചെറിയ ഐറ്റങ്ങൾ. നമ്മൾ പറഞ്ഞില്ലേ 100 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ. ഇതും അതുപോലെ തന്നെ നമ്മുടെ ഒരു കൽച്ചട്ടി എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ ഒരു മോഡലിൽ ചെയ്തേക്കുന്നേ ഉള്ളൂ. 2 സൈഡിലും ചെറിയൊരു പിടിയൊക്കെ ഇട്ടുകൊണ്ട് കൽച്ചട്ടി മോഡലിൽ ചെയ്തേക്കുന്ന സാധനങ്ങൾ. 100 രൂപ 120 രൂപ ആ റേഞ്ചിലുള്ള സാധനങ്ങളാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൊങ്കാലക്കലങ്ങളാണ്. ഇത് നമുക്ക് 40 രൂപയ്ക്ക് തുടങ്ങും. 40 രൂപ മുതൽ തുടങ്ങി 120 രൂപയ്ക്ക് പൊങ്കാലക്കലങ്ങളുടെ സംഭവം തീരും. ഇത് അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കണ്ടോ, നമുക്ക് തത്തയില്ലേ, വലിയ തത്ത അങ്ങനെയുള്ള സാധനങ്ങൾക്കുള്ള സാധനമാണ് ഇത്. കിളിക്കലം. അതുപോലെ തന്നെ ചെറിയ സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ ലവ് ബേഴ്സിനുള്ള സാധനമാണിത്. 40 രൂപ മുതൽ സ്റ്റാർട്ടിങ്. 40. ഇത് വില കൂടും കേട്ടോ. ഇത് വരുമ്പോഴത്തേക്ക് 180 രൂപ വരും. ഇത് അതുപോലെ നമ്മുടെ പ്രൊഡക്ഷനാണ്. തമിഴ്നാടാണ്. ഇത് നമ്മുടെ പ്രൊഡക്ഷനാണ്. അതുകൊണ്ടാണ് നല്ല സാധനമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്താണ് തുടക്കം കേട്ടോ, നമ്മുടെ ചായ. പക്ഷെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വന്ന് ഉച്ചയും വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ആ ചായക്ക് വന്നത്. വൈകുന്നേരം ചായ കുടിക്കാമല്ലോ. ഇത് ചായക്കപ്പുകളാണ്. 60 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ആണ്. 50 രൂപയുടെ സാധനമുണ്ട്. ഇത് 50 രൂപയുടെയാണ്. ഇത് മണ്ണ് തന്നെ. ഇത് കൽക്കട്ട മെയ്ഡാണേ. 50 രൂപയുണ്ട്, 40 രൂപയുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ഒരു പ്രോഡക്റ്റ് ആണ് ഈ സാധനം. ഇത് ഹോൾസെയിൽ 2 രൂപ 60 പൈസയേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ചായക്കപ്പ, 1 ടൈം യൂസ്. നമ്മൾ വെളിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ചായ തരുന്ന സാധനം. ഇത് നമുക്ക് ഹോൾസെയിൽ 2 രൂപ 60 പൈസയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതും ചായ ഗ്ലാസ്സാണ്.
ചായ ഗ്ലാസിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കുലാടുണ്ട്, നമ്മുടെ എന്താ പറയുക ലസ്സി കപ്പ്, പിന്നെ വൈൻ ഗ്ലാസ് ഉണ്ട്. വൈൻ ഗ്ലാസ് തീർന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭരണികളുടെ കുറേ ശേഖരങ്ങളാണ്. ഇതെല്ലാം ഭരണികളാണ്. ഭരണി നമുക്ക് 3 എണ്ണം 100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു 3 കിലോ റേഞ്ചിലൊക്കെ ഉള്ള ഭരണികളാണിത്. പിന്നെ വീണ്ടും ഈ ഭരണികളുടെ ഇടയ്ക്കോട്ട് വരുമ്പോഴത്തേക്ക് ഇത് കണ്ടു കാണുമായിരിക്കും. എവിടെയെങ്കിലൊക്കെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കാണും ബിരിയാണി സെർവ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണിത്. ബിരിയാണി, അതായത് ഒരു ബിരിയാണി എടുക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ചെറിയ കറി ബൗളുകളുണ്ട്. ഇതൊരു ടൈപ്പ് കറി ബൗളാണ്. ഇത് നമ്മുടെ മേക്കിംഗ് ആണ്. ഇത് വരുമ്പോൾ കൽക്കട്ടയാണ്. ഇത് 60 രൂപ. 60 രൂപയുടെ ഉണ്ട്, 80 രൂപയുടെ ഉണ്ട്, 120 രൂപയുടെ ഉണ്ട്. അങ്ങനെ പല റേഞ്ചിലുള്ള സാധനങ്ങളും ഉണ്ട്. ഇപ്പം പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള കുറേ ഇൻഡോർ പോട്ടുകളും ഇൻഡോറിന്റെ കുറേ ബുദ്ധ സ്റ്റാച്യൂസ് ഒക്കെയാണ്. കൃഷ്ണന്മാരുണ്ട്, കൃഷ്ണൻ രാധയുണ്ട്, ബുദ്ധനുണ്ട്, ലക്ഷ്മി ദേവിയുണ്ട്, ഗണപതിയുണ്ട്, പിന്നെ മാതാവ് അവരെല്ലാം അവിടെ ഇരിക്കുന്നൊരു ഇതുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്താലോ, ഇതിന്റെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ മേളിലിരിപ്പുണ്ട്. മേളിലേക്ക് പോകാം. നമുക്ക് ഇത് വരുന്നത് പറഞ്ഞാൽ കണ്ടു കാണും, ഓണത്തപ്പൻ, തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്നൊരു സാധനമാണിത്. ഇതിപ്പോൾ പിള്ളേർ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ, നമ്മുടെ ഈ ക്ലേ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി കൊണ്ടുപോയി. ഇത് ചുട്ടതല്ല, ഇത് ജസ്റ്റ് പെയിന്റ്. നേരത്തെ ചോദിച്ചില്ലേ റെഡ് ഓക്സൈഡ് ഒക്കെ അടിച്ചു. ഇത് റെഡ് ഓക്സൈഡ് തൂത്താണ്. ഇതുണ്ട്, ഇതിനകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാണ് മണ്ണ്. ഇത് റെഡ് ഓക്സൈഡ് ഒക്കെ തൂത്ത് വരുന്ന സാധനങ്ങൾ. ഇത് ചുടുന്നതല്ല, അതുകൊണ്ടാണ് 100 രൂപ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ചെടിച്ചട്ടികളാണ്. ഇൻഡോർ പോട്ടുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെടിച്ചട്ടികളാണ് വരുന്നത്. പിന്നെ ഇവിടെ താഴെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണന്മാര്, അത് 200 രൂപ മുതൽ. പൊടി കയറാതിരിക്കണം. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷുവിന് കണി കാണുക എന്ന് പറയുന്നൊരു സംഭവത്തിനാണ് കൂടുതലും പോകുന്നത്. അപ്പം ഈ നമ്മൾ മൂടി വെച്ചേക്കും, ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുക. എല്ലാത്തിൻ്റെ പീസ് ഇട്ടിരിപ്പുണ്ട്. പിന്നെ ഈ സാധനം കണ്ടിട്ടുണ്ടോ, ഭസ്മപ്പോട്ട്, 220 രൂപ. പിന്നെ വരുന്നത് കൃഷ്ണനെ ഇത് ഓർക്കിഡ് പോട്ടുകളാട്ടോ. നമ്മുടെ താഴെ അല്ലാതുള്ള ഓർക്കിഡ് പോട്ടാണ് കണ്ടത്. ഇതല്ലാതുള്ള ഓർക്കിഡ് പോട്ടുകളും കാര്യങ്ങളാണ്. പിന്നെ വന്നിട്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മതിലിൻ്റെയൊക്കെ മുകളിൽ വെക്കാൻ പറ്റുന്ന ചെടിച്ചട്ടികളാണ്. ആ ചെടിച്ചട്ടികൾ തന്നെ ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ഷനാണേ. അതൊക്കെ ഇത് വരുമ്പോഴത്തേക്ക് 220 രൂപ വരും. അതുപോലെ തന്നെ അതിൻ്റെ ഇച്ചിരി ഇതിന് പണി കൂടുതലാണ്. അത്രയൊക്കെ വലിപ്പമേ ഉള്ളൂ. പക്ഷെ ഇത് 350 രൂപ വരും. ഇത് പൂക്കട്ട ആ മോഡലിൽ ചെയ്തേക്കുന്ന സാധനം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഫ്ലവർ വൈസുകളെ. പിന്നെ ഇതിനകത്തിരിക്കുന്നത് മൊത്തം സ്റ്റാച്ചുകളാണ്. ഇതെല്ലാം ഫ്ലവർ വൈസുകളാണ്. പിന്നെ ഇതെല്ലാം അങ്ങോട്ട് ഫേസ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അതായത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടി വെച്ചേക്കുകയാണ്. ഇത് നമ്മുടെ മേക്കിംഗ് ആണ്. ഇത് നമ്മുടെ മേക്കിംഗ് ആണ്. ഈ സാധനമൊക്കെ നമ്മുടെ മേക്കിംഗാണ്. പിന്നെ ഇതെല്ലാം കൽക്കട്ടയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. റാന്തൽ പോലെയല്ല, ഇത് റാന്തലാണ്. നമുക്ക് ഇതിനകത്ത് മേളിൽ കൂടി ലൈറ്റൊക്കെ ഇട്ടിട്ടിങ്ങനെ തൂക്കിയിടാം. ഇത് റാന്തൽ ഈ ഒരു മോഡൽ മാത്രമല്ല, വേറെ മോഡലും അവൈലബിൾ ആണ്. ഇതാ അവിടെ കിടക്കുന്ന, അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് തിരിച്ച് കണ്ടോ, ആ കിടക്കുന്ന റാന്തല. അത് റാന്തല്. അത് വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള പിന്നെ നമ്മുടെ ഓർക്കിഡ് ചട്ടികളെ. പിന്നെ ഉണ്ട് നമസ്തേ ലേഡി ഉണ്ട്. അതുപോലെ തന്നെ കുടൽ ലേഡി. കുടൽ ലേഡിയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇത് കണ്ടിട്ടുണ്ടോ, പറ നിറപറയാണ് ഈ സാധനം. വലിയ പറയുണ്ട്, ചെറിയ പറയുണ്ട്. ഇത് 800 രൂപയുടെയാണ്. ഇത് നമുക്ക് 200 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. വലിപ്പത്തിനനുസരിച്ചാണ്, വലിപ്പം മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ വരുമ്പോഴത്തേക്ക് ഫ്ലവർ വേസിനകത്ത് കൂട്ടത്തിൽ തന്നെ ഇത് വരുന്ന നമുക്ക് ടേബിൾ ടോപ്പ് സാധനങ്ങൾ. ഇതെല്ലാം ടേബിൾ ടോപ്പാണ്. ടേബിളിന്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന, ഷോയ്ക്ക് വെക്കുന്ന. അത് മണ്ണ് നിറച്ച് ചെടി നടാം. എന്താന്ന് മനസ്സിലായോ? വെള്ളമൊക്കെ വെക്കുന്ന വാട്ടറിന്റെ ഫൗണ്ടൻ. ഇത് നമുക്ക് കുറേ വെറൈറ്റികളുണ്ട്. 2000 രൂപ, 2400 രൂപ, 3000 രൂപ, 3600 രൂപ. ഇതിന്റെ വരുന്ന പറഞ്ഞാൽ 5800 വരെയുള്ള മോഡൽസ് ഉണ്ട്. പിന്നെ കുറേ വാൾ ഹാങ്ങിങ് ഐറ്റങ്ങളാണ് ഈ കിടക്കുന്നത്. വാൾ ഹാങ്ങിങ് ഐറ്റങ്ങൾ അവിടെ പറയപ്പെടുന്നതാണ്. വാൾ ഹാങ്ങിങ് ഗണപതി ഉണ്ട്.
ഇതൊക്കെ വാളി നമുക്ക് ഹാങ് ചെയ്തിടാവുന്ന വീടുകളിലൊക്കെ ഭംഗിയായിട്ട് തൂങ്ങി നിൽക്കും. ചിരട്ടത്തവി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചിരട്ടത്തവി മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്, ചിരട്ടയുടെ സ്പൂണ്. ചിരട്ടത്തവികൾ അത്യാവശ്യം എല്ലാ മോഡൽസ് അവൈലബിൾ ആണ്. അവിടെ ഇരിപ്പുണ്ട് കുറേ എണ്ണം. പിന്നെ അത് ചോദിച്ച സ്ഥിതിക്ക് വേറെ സാധനം കാണിച്ചു തരാം. ഇത് കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ല. പപ്പടക്കുത്തി തടിയതാ, നല്ല ഷാർപ്പ്. ഇത് വരുമ്പോൾ 50 രൂപ. ചിരട്ടത്തവിയോ? ചിരട്ടത്തവി 40-ന്റെ ഉണ്ട്, 50-ന്റെ ഉണ്ട്. ചട്ടയ്ക്ക് വില കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് 30 രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത്. അത് മാറി 40-50 ഒക്കെ ആയി. ഒന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ ഇഷ്ടിക എങ്ങനെയാ ചെയ്യുന്നത്? നനച്ചിട്ടാ ചൂടുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ സാധനം നനയുന്തോറും ഇതിന്റെ സ്ട്രെങ്ത് കൂടുന്നതല്ലാതെ കുറയത്തില്ല. ഇപ്പൊ ഇത് ഒരു ജോയിന്റോ കാര്യങ്ങളോ ഇല്ല, വെളിയിൽ ഒരു പിടുത്തവും ഇല്ല. ഞാൻ വേണേ കയറി കാണിക്കാം. ഒരു പ്രശ്നമില്ല. സാധനം സ്ട്രോങ്ങാ. അതിനകത്ത് യാതൊരു ടെൻഷനും വേണ്ട. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കിണർ ഇടിഞ്ഞു പോകാതെ ഈ സാധനത്തിനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഇതിനകത്തെ വേറെ അടുത്തൊരു പ്രോഡക്റ്റ് കൂടെ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. വാഴയില. ഇത് ഒരു കെട്ടാ കേട്ടോ. 250-ന്റെ ബണ്ടിലാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ എത്തിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇല. റേറ്റ് വരുന്നത് നമുക്ക് 4 രൂപ മുതൽ സ്റ്റാർട്ടിങ്. 4, 4.5, 5. ഡെലിവറി അയച്ചു കൊടുക്കുക. ഇലയെന്ന് പറഞ്ഞാൽ കൂടുതൽ ലോങ്ങിലേക്കൊക്കെ അയച്ചു കൊടുക്കുന്ന പ്രയാസമാണ്. എങ്കിലും നമുക്ക് ഇപ്പം നിലവിൽ കോട്ടയം മുതൽ തിരുവനന്തപുരം വരെ ഡെലിവറി ഉണ്ട്. പിന്നെ തൃശ്ശൂർ ആയാലും എവിടെ ആയാലും നമുക്ക് മാക്സിമം നമുക്ക് അയച്ചു കൊടുക്കാം. പക്ഷെ 2 ദിവസം മുമ്പേ പറയണം, എങ്കിലും സാധനം കളക്ട് വെട്ടി വരണ്ടേ. ഇത് നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്ന സാധനമല്ലോ, വെട്ടി വരണം. അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. എത്തിച്ചു കൊടുക്കും, തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കും. നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ മാക്സിമം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല എത്തിച്ചു കൊടുക്കും. പിന്നെ തീർച്ചയായിട്ടും ഇത് കമത്തോടുകൾ കൂടുതലും പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ വീടുകളിലൊക്കെ പിന്നെ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അസ്ഥി എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അതിന്റെ മുകളിൽ വയ്ക്കാണ്ട് ഇഷ്ടിക ഓടും കാര്യങ്ങളിലൊക്കെ മേടിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ എല്ലാ സൈസ് ഓടുകളും അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ സിംഗിൾ പീസ്, 2 പീസ്, 3 പീസ് നമുക്ക് സ്റ്റോറേജ് കുറവായതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഓർഡർ അനുസരിച്ച് നമ്മൾ ഇറക്കി കൊടുക്കുന്നതാണ്. ഒരുപാട് വീട് വെക്കുമ്പോഴേ സാധാ ഓട് തന്നെ അന്വേഷിച്ച് കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. സൈറ്റ് ഇറക്കി കൊടുക്കും. കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറ. കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ കട നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അടൂര് ബൈപ്പാസ് റോഡുണ്ട്. അതായത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന കോട്ടയം പോകുന്ന റൂട്ടിൽ ബൈപ്പാസ് റോഡിൽ ആണ് നമ്മുടെ ഷോപ്പ് നിൽക്കുന്നത്. അതായത് കൊട്ടാരക്കരയിൽ നിന്ന് വരുവാണെങ്കിൽ ബൈപ്പാസ് എൻട്രി ആയിട്ട് 1 കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡും, ഇനി കോട്ടയം സൈഡ്, കോട്ടയം കായംകുളം സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ ബൈപ്പാസ് എൻട്രി ആയിട്ട് കറക്റ്റ് 600 മീറ്റർ കഴിയുമ്പോൾ നമ്മുടെ ഷോപ്പാണ്. ഓക്കെ, എല്ലാവരും വരിക, സാധനം വാങ്ങിക്കുക. താങ്ക്സ്. താങ്ക് യു.